എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം എങ്ങനെ മാനേജ് ചെയ്യും? ഇന്ന് ഒരുവിധം എല്ലാ അച്ഛനമ്മമാരെയും അലട്ടുന്ന ഒരു വലിയ ചോദ്യമാണിത്. ഈ വിഷയത്തിൽ വളരെ പ്രാക്ടിക്കലായ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഡിജിറ്റൽ ഫിൽട്ടർ. അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ ഫിൽട്ടർ? വാ, നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. അല്ലേ, ഇതാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും ദിവസവും നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യം. അവസരങ്ങൾ ഒരുപാടുള്ള ഈ ഡിജിറ്റൽ ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അപകടങ്ങളുമുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ എങ്ങനെ സുരക്ഷിതരാക്കും? ഈ പ്രശ്നത്തിന്റെ എല്ലാം തുടക്കം ഡിജിറ്റൽ അതിപ്രസരം അഥവാ ഡിജിറ്റൽ ഓവർലോഡിൽ നിന്നാണ്. നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന ആ ഒരു ലോകം എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യമൊന്ന് നോക്കാം. നമ്മളിൽ പലരും സാധാരണയായി ആശങ്കപ്പെടുന്നത് കുട്ടികൾ കാണുന്ന കണ്ടന്റിനെക്കുറിച്ചാണ്. അതായത്, അവരെന്ത് വീഡിയോ കാണുന്നു, എന്ത് ഗെയിം കളിക്കുന്നു എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ അതല്ല ഏറ്റവും വലിയ അപകടം. അതിനേക്കാൾ വലിയ വെല്ലുവിളി അവർക്ക് കിട്ടുന്ന ആ ഒരു മേൽനോട്ടമില്ലാത്ത പ്രൈവസിയാണ്. ആരും കാണാതെ സ്വന്തം മുറിയിൽ വെച്ച് അവരെന്ത് ചെയ്യുന്നുവെന്നറിയാൻ നമുക്കൊരു വഴിയുമില്ല. ഈ ഒളിച്ചിരിക്കുന്ന ലോകമാണ് പലപ്പോഴും അവരെ വലിയ ചതിക്കുഴികളിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഒരു സമ്പൂർണ്ണ സുരക്ഷയ്ക്കുള്ള വഴി? ഈ ചോദ്യത്തിന് ഉത്തരമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ടുവയ്ക്കുന്ന ഒരു നിലപാടുണ്ട്. നമുക്കവിടെ നിന്ന് ഈ ചർച്ച തുടങ്ങാം. അവരുടെ നിലപാട് വളരെ വ്യക്തമാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. കുട്ടികൾക്ക് കംപ്ലീറ്റ് സേഫ്റ്റി വേണമെങ്കിൽ അവരെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുക. അതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ആശയമാണ് അവരുടെ വാദത്തിന്റെ എല്ലാം അടിസ്ഥാനം. പക്ഷേ ഇവിടെയാണ് ഒരു പ്രാക്ടിക്കൽ പ്രശ്നം വരുന്നത്, അല്ലേ? ഇന്നത്തെ ഈ ലോകത്ത് ഇങ്ങനെയൊരു സമ്പൂർണമായ നിരോധനം, ഒരു കംപ്ലീറ്റ് ബാൻ, അത് എത്രത്തോളം പ്രായോഗികമാണ്? ഈ ഒരു ചിന്തയാണ് നമ്മളെ പുതിയ വഴികൾ തേടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഡിജിറ്റൽ ഫിൽട്ടർ എന്ന ആശയം പ്രസക്തമാകുന്നത്. കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷ എന്ന ആ ഒരു ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന വളരെ പ്രാക്ടിക്കലായ ഒരു മാർഗമാണിത്. എന്താണ് ഈ ഡിജിറ്റൽ ഫിൽട്ടർ? ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സോഫ്റ്റ്വെയറോ ആപ്പോ അല്ലെങ്കിൽ പണം കൊടുത്തു വാങ്ങുന്നൊരു ടെക്നോളജിയോ അല്ല. വളരെ സിമ്പിളായൊരു ഐഡിയയാണ്. നമ്മുടെ വീട്ടിലെ ശീലങ്ങളിലും ചുറ്റുപാടുകളിലും വരുത്തുന്ന ഒരു ചെറിയ മാറ്റം. അതായത്, കുട്ടികളുടെ കയ്യിലുള്ള ആ ചെറിയ സ്വകാര്യ മൊബൈൽ സ്ക്രീനിന് പകരം വീട്ടിലെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വലിയ പൊതു സ്ക്രീനിലേക്ക് ഡിജിറ്റൽ ഉപയോഗങ്ങൾ മാറ്റുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ഹാളിരിക്കുന്ന ടിവിയിലേക്ക്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത്ര ലളിതമായൊരു മാറ്റം അതെങ്ങനെയാണ് ഇത്ര വലിയൊരു സുരക്ഷാ കവചമായി മാറുന്നതെന്ന്, അല്ലേ? ശരി, നമുക്ക് നോക്കാം ഈ ഫിൽട്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും. ഈയൊരു തന്ത്രത്തിന് പ്രധാനമായും 4 നേട്ടങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇത് 4 വഴികളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്നും പറയാം. 1. ഇത് സുതാര്യതയുണ്ടാക്കുന്നു. 2. ഉപയോഗിക്കുന്ന ശീലങ്ങളെ മാറ്റുന്നു. 3. ഇതൊരു ഫിസിക്കൽ ബാരിയർ, അതായത് ഭൗതികമായൊരു തടസ്സമുണ്ടാക്കുന്നു. 4. ഇത് കുടുംബത്തിലെ സാമൂഹിക ബന്ധം മെച്ചപ്പെടുത്തുന്നു. നമുക്കിനി ഓരോന്നായിട്ട് എടുത്തു നോക്കാം. ഇതിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നേട്ടം ഇതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു മൊബൈലിന്റെ ചെറിയ സ്ക്രീനിലേക്ക് തലയും താഴ്ത്തി ഒളിഞ്ഞിരുന്ന് കാണുന്ന ആ ഒരു സ്വകാര്യതയില്ലേ, അത് ലിവിംഗ് റൂമിലെ വലിയ ടിവി സ്ക്രീനിലേക്ക് മാറുമ്പോൾ പൂർണ്ണമായും ഇല്ലാതാകുന്നു. പ്രൈവസിക്ക് പകരം അവിടെ വരുന്നത് സുതാര്യതയാണ്. ആരെന്ത് കാണുന്നോ എന്ന് വീട്ടിലുള്ള എല്ലാവർക്കും കൃത്യമായി അറിയാൻ പറ്റും. ഇനിയാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സൈക്കോളജിക്കൽ ഷിഫ്റ്റ് വരുന്നത്. ഒരു കുട്ടി മൊബൈലിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ ഒരു ഉപഭോക്താവാണ്, ഒരു കൺസ്യൂമർ. അതായത്, ഒന്നിനു പുറകെ ഒന്നായി വീഡിയോകൾ സ്ക്രോൾ ചെയ്ത് കണ്ടു തീർക്കുന്ന ഒരാൾ. എന്നാൽ അതേ കുട്ടി വീട്ടിലെ ടിവിയിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുമ്പോൾ അവന്റെ റോൾ മാറും. അവനൊരു പ്രേക്ഷകനായി, ഒരു ഓഡിയൻസായി മാറും. ഈ ഒരു ചെറിയ മാറ്റം, കൺസ്യൂമറിൽ നിന്ന് ഓഡിയൻസിലേക്കുള്ള മാറ്റം, അത് ഡിജിറ്റൽ അഡിക്ഷൻ 90% വരെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്. വീട്ടിൽ കുട്ടികൾക്ക് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് സ്വന്തമായി ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇന്റർനെറ്റ് നോക്കണമെങ്കിൽ അവർക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോൺ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ആ ഫോണ് ഒരു ഗേറ്റ്വേ ആയി, ഡിജിറ്റൽ ലോകത്തേക്കുള്ള ഒരു വാതിലായി പ്രവർത്തിക്കും. ഇത് വളരെ ലളിതവും എന്നാൽ ഫലപ്രദവുമായ ഒരു ഭൗതിക തടസ്സമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട 2 ആശയങ്ങളും, അതായത് കുട്ടികളുടെ സുരക്ഷ എന്ന ലക്ഷ്യവും ഡിജിറ്റൽ ഫിൽട്ടർ എന്ന മാർഗവും, ഇവ രണ്ടും കൂടി ചേരുമ്പോൾ എങ്ങനെയാണ് ഒരു പുതിയ സാമൂഹിക പ്രതിരോധം ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ഡിജിറ്റൽ ഫിൽട്ടർ എന്നത് കുട്ടികളുടെ സുരക്ഷ എന്ന ലക്ഷ്യത്തിന് ഒരു ബദലല്ല, മറിച്ച് ആ ലക്ഷ്യം പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കാം എന്നതിനുള്ള ഒരു കർമ്മ പദ്ധതിയാണ്, ഒരു ആക്ഷൻ പ്ലാനാണ്. ഈയൊരു വാചകം മാത്രം മതി ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ.
സോഷ്യൽ മീഡിയയുടെ ലോകമെന്നത് കുട്ടികൾക്ക് കളിക്കാനും ചിരിക്കാനും മാത്രമുള്ളൊരിടമല്ല. അതുകൊണ്ടുതന്നെ ഇത്തരം പുതിയ വഴികളും തന്ത്രങ്ങളും ഇന്നിന്റെ ഒരു ആവശ്യകതയാണ്. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കുട്ടികളുടെ കയ്യിൽ നിന്ന് മൊബൈൽ മാറ്റിവെപ്പിക്കുന്നത് ഒരു നിരോധനമായിട്ട്, ഒരു നെഗറ്റീവ് കാര്യമായിട്ട് കാണരുത്. പകരം അവരെ ആ ഒറ്റപ്പെട്ട ഡിജിറ്റൽ ലോകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന് കുടുംബത്തോടൊപ്പം സംസാരിച്ചും ചിരിച്ചുമിരിക്കുന്ന സുരക്ഷിതമായ ഒരു യഥാർത്ഥ സാമൂഹിക ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു പോസിറ്റീവ് ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ വീടുകളിൽ ഈയൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മളൊക്കെ തയ്യാറാണോ?